ഏറ്റവും മികച്ച ഒരു സംഘാടക സമിതിയുടെ കീഴിലാണ് ഏറ്റവും അഭിനന്ദനാർഹമായ രീതിയിലാണ് കലവറയിലെ ഒരുക്കങ്ങളാണെങ്കിലും അതുപോലെ തന്നെ അക്കോമഡേഷൻ സെൻ്റർ ആണെങ്കിലും മത്സരത്തിൻ്റെ നടത്തിപ്പാണെങ്കിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു മൂന്നാം ദിവസം അവസാനത്തോട് അടുക്കുമ്പോൾ എത്രത്തോളം ഒരു സംതൃപ്തി ഉണ്ട്, എങ്ങനെ വിലയിരുത്തുന്നു? ഇത് സംതൃപ്തിൻ്റെ കാര്യം മാത്രമല്ല, ഞാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറായിട്ട് 5 മാസമേ ആവണുള്ളൂ. ഇതെൻ്റെ ഫസ്റ്റ് കലോത്സവമാണ്. ശരിക്കും ഞാൻ തമിഴ്നാട്ടുകാരനും കൂടിയാണ് ആൻഡ് 10 വർഷമായിട്ട് കേരളത്തിൽ ജോലി ചെയ്യുന്നു. സോ ഞാൻ ജോലി ചെയ്ത ജില്ലകളിൽ ആ സമയം സ്റ്റേറ്റ് കലോത്സവം നടന്നിട്ടില്ല. ശരിക്കും ഫസ്റ്റ് ടൈമാണ് കാണേണ്ടതും ഫസ്റ്റ് ടൈം നടത്തുന്നതും അതിൻ്റെ സംഘാടകത്തിൻ്റെ ഭാഗവുമാകുന്നതാണ്. സോ വലിയ ഒരു വണ്ടർ തന്നെയാണ് ഒരു കലോത്സവം. ഈ 10 ഇയേഴ്സിൽ ഇത്രയും കുട്ടികൾ, ഇത്രയും പേര്, അതും കുട്ടികളാണ്, അഡൽട്സ് അല്ല, കുട്ടികൾ, ഇത്ര അക്കോമഡേഷൻ, ഫുഡ്, ട്രാൻസ്പോർട്ടേഷൻ, വേദികൾ, 25 വേദികൾ, ഇതുപോലെ ഒരു വലിയ ഗവൺമെൻറ് ഇവൻറ്റ് എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ കണ്ടിട്ടില്ല. അത് ഒരു വകുപ്പിൻ്റെ സംഘാടകം മാത്രമല്ല, സംഘടനകളുണ്ട്, ടീച്ചർ സംഘടനകളുണ്ട്. മെയിൻലി തൃശ്ശൂർ മൊത്തം ഇത് ടേക്കപ്പ് ചെയ്തിട്ടുണ്ട്. ഫുൾ തൃശ്ശൂർ തന്നെ ഇത് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ തൃശ്ശൂരുടെ ഭരണകൂടമാവട്ടെ, ഇപ്പോൾ നമ്മുടെ തൃശ്ശൂർ സ്വന്തം മിനിസ്റ്റേഴ്സ് ആവട്ടെ, അവരുടെ വകുപ്പ് പോലെ തന്നെയാണ് അവിടെ ഓടി നടക്കുന്നതും കാര്യങ്ങൾ ചെയ്യുന്നതും. അത് രാജൻ മിനിസ്റ്റർ ആവട്ടെ, ബിന്ദു മിനിസ്റ്റർ ആവട്ടെ, നമ്മുടെ വകുപ്പ് ശിവൻകുട്ടി സാർ ആൻഡ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, തൃശ്ശൂർ ആ ഒരു ഇത്, പിന്നെ സംഘടനാസ്, പിന്നെ വകുപ്പ് എല്ലാവരും. സോ അതൊരു ബ്യൂട്ടിഫുൾ ടീം വർക്കാണ്. ആൻഡ് അതിൽ മീഡിയ, ഇത് ഇത്ര ഒരു വലിയ, ഇപ്പോൾ ഞാൻ മധുരയിൽ നിന്നാണ് വരുന്നത്, ഞങ്ങളുടെ അളകർ ആற்றிലിറങ്ങും ദിവസമുണ്ട്. ആ ഒരു തിരുവിഴ പോലെയാണ് ഈ ഒരു സ്ഥലം ഞാൻ കാണുന്നത്. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. പൂരം പോലെയാണ് ഇത് ആഘോഷിക്കുന്നത്. യെസ് ഞാൻ പൂരം കണ്ടിട്ടുണ്ട്. ബൈ ദ വേ, ഞാൻ അസിസ്റ്റന്റ് കളക്ടർ ആയിരിക്കുമ്പോൾ 2017 ഞാൻ പൂരം കണ്ടിട്ടുണ്ട്. ഇത് അതേ അറ്റ്മോസ്ഫിയർ തന്നെ ഉണ്ട്. ഇൻഫാക്ട് അതേ ഗ്രൗണ്ട് അല്ലേ, സോ അതേ ഒരു അറ്റ്മോസ്ഫിയർ കാണുന്നുണ്ട്. അത് ഞാൻ എൻജോയ് ചെയ്യുന്നു. സോ ടെൻഷനുണ്ട്, നന്നായിട്ട് നടക്കണമെന്ന്, പക്ഷേ അറ്റ് ദ സെയിം ടൈം എൻജോയും ചെയ്യുന്നു. ഒപ്പം ഈ ഒരു ഓഡിയൻസിൻ്റെ ഒരു പങ്കാളിത്തം, ഇത്രയും അധികം ഓഡിയൻസ് എത്തിച്ചേരുന്ന ഒരു ഇവന്റ് സാധാരണ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. അപ്പം ഈ ദിവസങ്ങളിൽ ഓഡിയൻസിൻ്റെ ഒരു പങ്കാളിത്തം, അവരുടെ ഒരു പാർട്ടിസിപ്പേഷൻ, ഒപ്പം വെരുവിലുള്ള അവരുടെ ഒരു സഹകരണം, അതൊക്കെ എത്രത്തോളം സാർ എൻജോയ് ചെയ്യും? ഇതെല്ലാം വീക്ക് ഡേയ്സ് ആണ്, അത് ഞാൻ മറന്നുപോയി. ഞാൻ ആക്ച്വലി എല്ലാം ഒരു ലോങ് വീക്കെൻഡ്, വെക്കേഷൻ അങ്ങനെയാണ് മൈൻഡ്. അതൊന്നും അല്ല, ഇതൊരു വീക്ക് ഡേയ്സ് ആണ്. വീക്ക് ഡേയ്സ് തന്നെ ഇത്രയും ആഘോഷമായിട്ട് മാറിയിട്ടുണ്ട്. അതിൻ്റെ മെയിൻ കാരണം നമ്മുടെ കുട്ടിയുടെ കഴിവാണ്, അവരുടെ ടാലൻ്റാണ്. ഇപ്പോൾ കുട്ടികൾ ഇപ്പോൾ ഇത്രയും പെർഫോമൻസ്, ഒരു ആവറേജായ പെർഫോമൻസ് ആയാൽ ഈ ക്രൗഡ് വരില്ല. അത്രയും നമ്മൾ കാണുന്നതല്ലേ, ഗ്രൂപ്പ് ഡാൻസ് ആവട്ടെ, കോത്രകളി ആവട്ടെ, എല്ലാ പെർഫോമൻസും ഹൈ ക്വാളിറ്റി, ലോകത്തിന് ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സിനുള്ള പെർഫോമൻസാണ് നമ്മുടെ കുട്ടികൾ പങ്കുവെക്കുന്നത്, കാഴ്ചവെക്കുന്നത്. സോ അതുകൊണ്ടാണ് ആ ഒരു ഓഡിയൻസ് ഇങ്ങനെ ആഗ്രഹിച്ച് ഇങ്ങോട്ട് വന്ന് ഈ ക്രൗഡ് കൂടുന്നത്. ഐ എം വെരി പ്രൗഡ്. ഇത് നമ്മുടെ കേരള മോഡലിന്റെ ഒരു പ്രൂഫാണ് ഈ കലോത്സവം. തീർച്ചയായിട്ടും. സാറിന് എങ്ങനെ പേഴ്സണലി കാണാൻ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഐറ്റം ഉണ്ടോ? ഇല്ല, കാണാൻ സമയം കിട്ടുന്നില്ല. എവിടെ പ്രശ്നം വരണോ അവിടെയാണ് ഫസ്റ്റ് പോകുന്നത്. ചെറിയ ഇഷ്യൂസിലേ വരുള്ളൂ, അതെല്ലാം പരിഹരിക്കുന്നതാണ് മെയിൻ ആയിട്ട്. പക്ഷേ ഗ്രൂപ്പ് ഡാൻസ് ഞാൻ ഫസ്റ്റ് ഡേ അവിടെ ഈവനിങ് കണ്ടിരുന്നു. നമ്മുടെ ഒരു വണ്ടർഫുൾ മലയാളം സിനിമ തന്നെ ഒരു ഡാൻസ് ആക്കി, നന്ദന. അത് കണ്ട് നെറ്റിപ്പോയി. എൻ്റെ അമ്മാച്ചൻ വന്നിരുന്നു, അവർ കണ്ട് നെറ്റിപ്പോയി. ഇത്രയും എനർജിയാണോ, ഇത്രയും അവർ സ്കൂൾ കുട്ടികളെ എൻ്റെ അമ്മാച്ചൻ വിശ്വസിക്കുന്നില്ല. ഞാൻ പറഞ്ഞു, ഇതിൽ നമ്മുടെ കുട്ടികളാണ്, സ്കൂൾ പ്രൊഫഷണൽസ് ആണെന്നാണ് അവർ വിചാരിച്ചു. ഇത് ഈ സ്കൂൾ പെർഫോമൻസ് ഇടയിൽ ആരോ പ്രൊഫഷണൽസ് കളിക്കുന്നുണ്ടാണ്. ഞാൻ പറഞ്ഞത് നമ്മുടെ സ്കൂൾ കുട്ടികളാണ്, +1 +2 കുട്ടികളാണ്. അത്രയും ക്വാളിറ്റി. സാറിന്റെ ലൈഫില്, സ്റ്റുഡന്റ് ലൈഫില് ഇതുപോലെ തന്നെ സ്റ്റേജിൽ കയറി പെർഫോം ചെയ്തിട്ടുള്ള ഐറ്റംസ് ഉണ്ടായിരുന്നു? അങ്ങനെ പെർഫോം ചെയ്യാൻ ഇഷ്ടമുള്ള ഏതെങ്കിലും എക്സ്പീരിയൻസ്? ഇല്ല, നമ്മൾ കൂടുതൽ എലക്യൂഷൻ അങ്ങനത്തെ കാര്യങ്ങളിലെല്ലാം പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഇതോട് കമ്പാരബിൾ അല്ല. ഇതുപോലെ ഒരു വലിയ ഒരു ക്യാൻവാസ് ഞാൻ തമിഴ്നാട്ടിൽ കണ്ടിട്ടില്ല. ഒപ്പം സാർ ഇത്രയും എക്സൈറ്റഡ് ആണ്, ഇത്രയും വണ്ടർ അടിച്ച് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പം കേരളത്തിന് പുറത്തുള്ള മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നും അതുപോലെ തന്നെ ഇന്ത്യക്ക് പുറത്ത് വിദേശ രാജ്യങ്ങളിൽ നിന്നും ഒക്കെ ഇപ്പം തൃശ്ശൂർ പൂരം പോലുള്ള ഇവന്റുകൾക്ക്, വള്ളം കളി പോലുള്ള ഇവന്റുകൾക്ക് ആളുകളെ കൊണ്ടുവരുന്നത് പോലെ ഇതിനും ആളുകളെ കൊണ്ടുവന്ന് പങ്കെടുപ്പിക്കാനുള്ള അവസരം ഒരുക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും. അത് തീർച്ചയായിട്ടും ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റാണ് നിങ്ങൾ പറയുന്നത്. തീർച്ചയായിട്ടും നമുക്ക് പരിഗണിച്ച് ചെയ്യാവുന്നതാണ്. താങ്ക് യു സാർ, ഇത്രയും തിരക്കിനിടയിൽ വന്നതിന് ഒരുപാട് സന്തോഷം. താങ്ക് യു ടു മീഡിയ ഫോർ യുവർ വണ്ടർഫുൾ കവറേജ്. നിങ്ങളാണ് ഇത് അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകുന്നത്. സോ താങ്ക് യു. താങ്ക് യു സോ മച്ച്.